കറുത്ത വെൽവെറ്റിലെ വജ്രങ്ങൾ പോലെ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി ആകാശം തിളങ്ങി. എന്നാൽ പെട്ടെന്ന് ഒരു തിളക്കമുള്ള മിന്നൽ. നക്ഷത്രങ്ങൾ മിന്നിമറഞ്ഞു. അപ്രത്യക്ഷമായി. നോവ എന്ന മുയൽ അവളുടെ മാർഷ്മാലോ വടി താഴെയിട്ടു. നക്ഷത്രങ്ങൾ എവിടെ? അവൾ നിലവിളിച്ചു. ഫിൻ എന്ന താറാവ് ആശങ്കയോടെ ഒരു പാറയിലേക്ക് നടന്നു. എനിക്ക് ബിഗ് ഡിപ്പർ കാണുന്നില്ല. എനിക്ക് ഒന്നും കാണുന്നില്ല. എല്ലി എന്ന മൂങ്ങ തന്റെ നക്ഷത്ര ഭൂപടം പരിശോധിച്ചു. അത് ശൂന്യമായിരുന്നു. പൂർണ്ണമായും ശൂന്യമായിരുന്നു. എല്ലാവരും ചുറ്റും നോക്കി. നക്ഷത്രങ്ങളില്ല. വെളിച്ചമില്ല. ഇരുട്ടും തണുത്ത മൂടൽമഞ്ഞും മാത്രം. നോവ തന്റെ ഫ്ലാഷ്ലൈറ്റ് മുറുകെ പിടിച്ചു. ഇത് വെറുമൊരു കൊടുങ്കാറ്റല്ല, അവൾ പറഞ്ഞു. ആരോ നക്ഷത്രങ്ങളെ മോഷ്ടിച്ചു. അവ ഒരുമിച്ച് കൂടുന്നതിനനുസരിച്ച് മൂടൽമഞ്ഞ് കൂടുതൽ കട്ടിയുള്ളതായി. ചുറ്റുമുള്ള മൂടൽമഞ്ഞിൽ ആകൃതികൾ നൃത്തം ചെയ്തു. ചെറിയ മിന്നുന്ന വിളക്കുകൾ മുന്നോട്ട് പൊങ്ങി. ദുർബലമായ കുടുങ്ങിയ നക്ഷത്രങ്ങൾ. എല്ലി തന്റെ ചിറകുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, നക്ഷത്രങ്ങൾ നമ്മെ നയിക്കുന്നു. ചതുപ്പിലേക്ക് അവർ വെളിച്ചത്തിന്റെ ആഴങ്ങളിലേക്ക് പിന്തുടർന്നു. മരങ്ങൾ വളർന്നു. മൂടൽമഞ്ഞ് കൂടുതൽ കട്ടിയുള്ളതായി. നിഴലുകളിൽ എന്തോ ഒന്ന് ചലിച്ചു. പെട്ടെന്ന് മൂടൽമഞ്ഞിലൂടെ ഒരു മൃദുലമായ മന്ത്രിപ്പ് പൊങ്ങി. തിരിഞ്ഞു നോക്കൂ, ഈ ആകാശം നിങ്ങളുടേതല്ല. നോവ വിറച്ചു. നമ്മൾ അടുത്തേക്ക് വരുന്നു. ധൈര്യമായിരിക്കൂ, അവൾ പറഞ്ഞു. താമസിയാതെ അവർ ഒരു ഭീമാകാരമായ വളഞ്ഞ മരം കണ്ടെത്തി. അതിന്റെ വേരുകൾ ഒരു വീടിന്റെ അത്രയും വലുതായിരുന്നു. അതിനു മുകളിൽ വെള്ളി തൂവലുകൾ കൊണ്ട് പൊതിഞ്ഞ റാവെന്ന കാക്ക ഉണ്ടായിരുന്നു. അവളുടെ നഖങ്ങളിൽ മോഷ്ടിച്ച നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു വലിയ ഗ്ലാസ് പാത്രം. നോവ ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ നക്ഷത്രങ്ങളെ മോഷ്ടിച്ചത്? അവൾ ചോദിച്ചു. റാവന്നയുടെ കറുത്ത കണ്ണുകൾ തിളങ്ങി. ചെറിയതായിരിക്കുന്നതിൽ ഞാൻ മടുത്തു, അവൾ പറഞ്ഞു. ഒരിക്കലും വരാത്ത കാര്യങ്ങൾക്കായി ആഗ്രഹിച്ചു മടുത്തു. എന്റെ വാക്കു കേൾക്കുന്ന ഒരു ആകാശം.